യു എയിൽ വിസയിൽ വരുന്ന ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് പേഴ്സണലായിട്ട് വാട്സാപ്പിൽ. അതായത് ഞങ്ങൾ വന്നിട്ട് 1 മാസമായി 2 മാസമായി വിസിറ്റിംഗ് വിസ കാലാവധി തീരാറായി, ഞങ്ങൾ ഒരുപാട് ജോബ് വേക്കൻസികളൊക്കെ അപ്ലൈ ചെയ്തു, എന്നിട്ട് ഒരു ഇൻ്റർവ്യൂ പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങളെക്കാൾ ക്വാളിഫിക്കേഷൻ കുറഞ്ഞവർക്കും അതുപോലെ തന്നെ ഞങ്ങളെക്കാൾ കുറവ് എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ ഒരുപാട് ഇൻ്റർവ്യൂ കിട്ടി, ഞങ്ങൾക്ക് മാത്രം ഇൻ്റർവ്യൂ കിട്ടുന്നില്ല, അത് എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട്. ഞാൻ പറഞ്ഞു അതിനുള്ള ഏക കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ അശ്രദ്ധക്കുറവ് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കിട്ടാത്തത്. അതിൻ്റെ ഏക കാരണം നിങ്ങൾ തന്നെയാണ്. അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടിനോ ടോക്കീസിൻ്റെ വീഡിയോ ആണ്. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണം, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വേറെ ഒന്നും കൊണ്ടുമല്ല നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ലഭിക്കാത്തത്. അതായത് ഒരു ഇൻ്റർവ്യൂ നമുക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെയും അവരും തമ്മിൽ ഫസ്റ്റ് കണക്ട് ചെയ്യുന്നത്, അതായത് നമ്മുടെ സി വി ആണ്. നമ്മളൊരു കമ്പനിയിലേക്ക് സി വി അയച്ചു കഴിയുമ്പോൾ ആ സി വി സെലക്ട് ആയ ശേഷമാണ് നമ്മളെ ഇൻ്റർവ്യൂയിലേക്ക് വിളിക്കുന്നത്. ഇൻ്റർവ്യൂ കഴിഞ്ഞ് നമ്മുടെ പെർഫോമൻസ് നോക്കി നമ്മളെ സെലക്ട് ചെയ്യുന്നതും മറ്റും. അതായത് ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് അറ്റൻഡ് എന്ന് പറഞ്ഞാൽ സി വി ആണ്. സി വി സെൻഡ് ചെയ്യുക, അത് അവരുടെ ഷോർട്ട് ലിസ്റ്റിൽ പെടുത്തുക എന്നതാണ് നമ്മുടെ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റേജ്. അത് ശരിക്കും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്കറിയാം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കുറച്ച് കളർഫുള്ളായിട്ട് നല്ലൊരു സി വി ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ, കാരണം അവിടുത്തെ HR നമ്മൾ സെലക്ട് ആകും. കാരണം വെച്ചാൽ അവിടുത്തെ HR മാനുവലി സി വി എടുത്ത് സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ ഓരോ സി വി ഒക്കെ എടുത്ത് നോക്കി ഏതാണ് അട്രാക്റ്റീവ് എന്ന് നോക്കിയ ശേഷം അവരത് സെലക്ട് ചെയ്യണം. പക്ഷേ ഇപ്പോൾ ഒരു കമ്പനിയിലേക്ക് സി വിയിൽ 10,000-ങ്ങളും ലക്ഷങ്ങളും ആയിരിക്കും ഒരു ജോബ് വേക്കൻസിക്ക് വേണ്ടി ഒരു പോസ്റ്റിന് വേണ്ടി വരുന്നത്. പക്ഷേ അതിൽ നിന്ന് ഒരു 10 പേരെ 20 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള കാര്യമല്ല. അതായത് മാനുവലായിട്ട് നോക്കി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് ATS ഫ്രണ്ട്ലി സി വി ട്രാക്കർ. അതായത് അഡ്വാൻസ്ഡ് ട്രാക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. സി വി ട്രാക്ക് ചെയ്യാനുള്ള അഡ്വാൻസ് സിസ്റ്റമാണ്. അത് ശരിക്കും പറയാം സിസ്റ്റം തന്നെയാണ് അത് റാൻഡംലി ചൂസ് ചെയ്യുന്നത്. അതിന് കുറച്ച് ക്രൈറ്റീരിയകളൊക്കെ ഉണ്ട്. മെയിനായിട്ട് നമുക്ക് നോക്കി പറയുകയാണെങ്കിൽ അതിന് മെയിനായിട്ട് അവർ ചെക്ക് ചെയ്യുന്നത് ടെംപ്ലേറ്റ്സ് ആണ്. സി വിയുടെ ടെംപ്ലേറ്റ്സ് ഫോർമാറ്റ് അവർ നോക്കും. പിന്നെ അതിലെ കീവേഡ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇതുമായിട്ടുള്ള വേക്കൻസിയുമായി ബന്ധപ്പെട്ട കീവേഡ്സുകൾ ആ സി വിയിലുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കും. കവർ ലെറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കും. അതിലെ ഫോർമാറ്റ് സി വി ഫോർമാറ്റൊക്കെ നോക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി കുറച്ച് ക്രൈറ്റീരിയകളൊക്കെ നോക്കിയാണ് ATS സിസ്റ്റം കുറച്ച് അവർക്ക് ആവശ്യമായ സി വികൾ ചൂസ് ചെയ്ത് റാൻഡംലി സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ സി വിയും അവരുടെ ഷോർട്ട് ലിസ്റ്റിൽ വരാൻ വേണ്ടി നമ്മൾ എപ്പോഴും ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള സി വി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. പല വെബ്സൈറ്റ് നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് 3 വെബ്സൈറ്റുകളാണ് പരിചയപ്പെടുന്നത്. ആ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള സി വി ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ നിലവിലുള്ള നിങ്ങളുടെ സി വിയുടെ സ്കോർ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇനി അപ്ഗ്രേഡ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആ സി വി പറഞ്ഞു തരും. അത് ചെക്ക് ചെയ്ത് നിങ്ങളുടെ സി വിയുടെ സ്കോർ കാണിക്കുക. അത് വെച്ച് നിങ്ങൾക്ക് എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വെബ്സൈറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരും. പലരും ഈ വെബ്സൈറ്റ് വഴി ഫ്രീ ആയിട്ടൊക്കെ സി വി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും ATS ഫ്രണ്ട്ലി അല്ല. അപ്പോൾ ആ 3 വെബ്സൈറ്റ് നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഒന്നാമത്തെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ജോബ് സ്കാൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റാണ്. ആ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമെ ഫ്രീ ആയിട്ട് ചെയ്യാം. ഇവിടെ കണ്ടോ ഗെറ്റ് സ്റ്റാർട്ട് ഫ്രീ എന്ന് പറയുന്നത്, അത് ഫ്രീ ആയിട്ട് ചെയ്യാം. റെസ്യൂമെ അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് ഏത് ജോബാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് 3 സ്റ്റെപ്പ് വഴിയാണ് അപ്ലോഡ് ചെയ്ത് നമുക്കത് മാറ്റാം. ഇനി നമുക്ക് ഉള്ള റെസ്യൂമയുടെ സ്കോറും നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് ആ റെസ്യൂമയുടെ സ്കോറ് ഗെറ്റ് യുവർ സ്കോർ എന്ന് പറഞ്ഞിട്ടോ അത് ചെക്ക് ചെയ്യാനും പറ്റും. എന്നിട്ട് അറിയാം. പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ enhancecv.com എന്ന് പറഞ്ഞ വെബ്സൈറ്റാണ്. അതുവഴി നമുക്ക് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് സൈൻ ഇൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്നിട്ട് ഇതുവഴി നമുക്ക് വെബ്സൈറ്റിൻ്റെ നമ്മുടെ ATS റെസ്യൂമ അപ്ലോഡ് ചെയ്യാനും സ്കോർ ചെക്ക് ചെയ്യാനും സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് മൂന്നാമതായിട്ട് വരുന്ന വെബ്സൈറ്റാണ് റെസ്യൂമെ വേഡഡ് എന്ന് പറയുന്ന വെബ്സൈറ്റുണ്ട്. ഇതും നമുക്ക് റെസ്യൂമെ അപ്ലോഡ് ചെയ്യാനും ഫ്രീ ആയിട്ട് ചെയ്യാനും പറ്റുന്നതാണ്. അതുപോലെ സ്കോറും നമ്മുടെ ഉള്ള റെസ്യൂമയുടെ സ്കോറും കണ്ടുപിടിക്കാൻ സാധിക്കുന്ന വെബ്സൈറ്റ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞു. ഇത് അറിയില്ലാത്ത ഒരുപാട് പേര് ജോലി അന്വേഷിച്ച് വരുന്നത്. അത് UAE-യിലാണെങ്കിലും മറ്റുള്ള കൺട്രികളിലാണ്, ഇന്ത്യയിലാണെങ്കിൽ പോലും ഒരു ഇൻ്റർവ്യൂവിന് നമ്മൾ സെലക്ട് ആകുമ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് ATS ടെക്നോളജിയാണ്. അപ്പം ഇതറിയില്ലാത്ത നിങ്ങളുടെ ജോബ് സെർച്ച് ചെയ്യുന്ന ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവരും ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.